പ്രിയപ്പെട്ട ആം ആദ്മി പ്രവർത്തകരെ, സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, ആം ആദ്മി പാർട്ടി പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നവരാഷ്ട്രീയ സന്ദേശ യാത്ര ഇന്ന് 3-ാം ദിവസം ആരംഭിക്കുകയാണ്. പാലാ ടൗണിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചേരുന്ന സമാപന സമ്മേളനത്തോടുകൂടി ഈ തവണത്തെ യാത്ര തീരുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ സന്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ യാത്ര ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന, കേരളത്തിൽ ഭരിക്കുന്ന ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിനെയും കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെയും കെടുകാര്യസ്ഥതയും തീർത്തും പകയും എന്നുവേണ്ട എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ആസ്പെക്ട്സുകളെയും ചൂണ്ടിക്കാണിക്കുവാനും മനുഷ്യരെ ആം ആദ്മി പാർട്ടിയുടെ നല്ല പ്രവർത്തനങ്ങളെ പറ്റി മനസ്സിലാക്കിക്കാനും വേണ്ടിയുള്ള ഈ യാത്രയാണ്. ഇവിടെ സെന്റ് തോമസ് കോളേജിൽ അടുത്തുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഈ പഠനമെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ PSC പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. PSC പരീക്ഷ എന്ന് പറയുന്നത് ഒരു വെറും നോക്കുകുത്തി, PSC ഒരു നോക്കുകുത്തിയാക്കിക്കൊണ്ട് പാർട്ടിയിലെ ഗുണ്ടകളെ പിൻവാതിലിൽ കൂടെ നിയമിക്കുന്ന ഒരു പ്രസ്ഥാനമായി PSC മാറിയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നടന്ന SI സെലക്ഷൻ നിങ്ങളൊക്കെ പേപ്പർ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫിസിക്കൽ ടെസ്റ്റിന് പങ്കെടുക്കുകയോ തോൽക്കുകയോ ചെയ്ത 250-ലധികം SFIക്കാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാണ് അവര് അടുത്ത ലെവലിലേക്ക് ടെസ്റ്റ് കൊണ്ടുപോയത്. ഉദ്യോഗാർത്ഥികളുടെ അലേർട്ട്നെസ് കാരണം, അവരുടെ കംപ്ലൈന്റ് കാരണം അത് കേസായി കഴിഞ്ഞപ്പോൾ അത് ക്ലറിക്കൽ എറർ ആണ് എന്ന് പറഞ്ഞ് 280-ലധികം പേരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ PSC ആണ്. PSCയുടെ ചരിത്രം നിങ്ങൾക്കറിയാം. ഇതിനുമ്പോൾ നടന്ന ഒരു വലിയ ലിസ്റ്റിൽ SFIയുടെ 2 ഗുണ്ടകളായിരുന്നു ഒന്നാം സ്ഥാനവും, ഒന്നാമത്തെ റാങ്കും 2ാമത്തെ റാങ്കും. SFIയുടെ ഗുണ്ട അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PSCയിലും ജോലി കിട്ടുകയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ആ ഗുണ്ടകളുടെ വീട്ടിൽ നിന്ന് PSCയുടെ ഉത്തരക്കടലാസുകൾ വരെ റിക്കവർ ചെയ്തു. പക്ഷേ ഒരു കേസും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ എല്ലാം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഭരിക്കുന്ന ലെഫ്റ്റ് ഗവൺമെന്റ് ആണ്. അവരുടെ ഗുണ്ടായിസം, അവരുടെ നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം, ഇതിലൂടെ പോകുമ്പോൾ നിങ്ങൾ PSC പരീക്ഷ എഴുതി പാസ്സായിട്ടും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആ ജോലി കിട്ടുകയില്ല. ബാക്ക്ഡോർ എൻട്രിയിൽ കൂടി മാത്രം ജോലി കിട്ടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഇനി അഥവാ ജോലി കിട്ടിയെങ്കിൽ തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് കണ്ടോ, അടുത്ത മാസം മുതൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. കഴിഞ്ഞ മാസം 6 ദിവസത്തിന് ശേഷം 50,000 രൂപ മാത്രം പിൻവലിക്കാമെന്നുള്ള കണ്ടീഷനോടുകൂടി ശമ്പളം ലഭിച്ചവർക്ക് അടുത്ത മാസത്തെ ശമ്പളം കിട്ടുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഈ ഭരണം തുടർന്നാൽ തീർച്ചയായും സ്വജനപക്ഷപാതത്തിന്റെ ഒരു മൂർധന്യത്തിൽ ഈ ഗവൺമെന്റ് ഇവരെ എത്തിക്കും. നമുക്കറിയാം, മന്ത്രിമാരുടെയും MLA-മാരുടെയും ഭാര്യമാർ ഒരു തരത്തിലും എലിജിബിലിറ്റി ഇല്ലാത്തവർ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു. അതിനെയൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരുമില്ല. അതിനെതിരെ ഒരു വലിയ സമരം നടത്താൻ ഇവിടുത്തെ പ്രതിപക്ഷമായ UDF-നും കഴിയുന്നില്ല. കാരണം ഇവരെല്ലാം ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള അഴിമതികൾക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് UDF-ഉം LDF-ഉം മുന്നേറുമ്പോൾ അവരെ അഴിമതിക്കാരായ BJP-ക്കാരെ സംരക്ഷിക്കാനുള്ള ചുമതല കൂടി അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോകുന്നു. BJP-യും ലെഫ്റ്റുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ്
അത് ഒഫീഷ്യലി പറയാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയാണ്. 1-2 സീറ്റുകൾ BJPയെ വിജയിപ്പിക്കാൻ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് നീണ്ടു പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിലും ഭരിക്കുന്ന LDFും ഒപ്പോസിഷൻ എന്ന് പേരുള്ള UDFും അതുപോലെ ഭരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന BJPയും ഇതെല്ലാം അഴിമതിയുടെ കൂമ്പാരങ്ങളാണ്. അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടി, ഇപ്പോൾ പഞ്ചാബിലും ഡൽഹിയിലും ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇന്ത്യയിൽ അഴിമതി രാഹിത്യമായ ഭരണം നടത്തുന്ന ഒരേ ഒരു പാർട്ടിയാണ്. സർപ്ലസ് ബജറ്റുള്ള ഒരേ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡൽഹിയാണ്. എല്ലാ തരത്തിലുള്ള ഫ്രീ കാര്യങ്ങളും, അതായത് ഇലക്ട്രിസിറ്റി, വെള്ളം, ഫ്രീ ട്രാവൽ, ഫ്രീ പെൻഷൻ, ഇതെല്ലാം കൊടുത്തതിന് ശേഷവും സർപ്ലസ് ബജറ്റുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡൽഹിയാണ്. അഴിമതി രാഹിത്യ ഭരണത്തിൽ കൂടി ഇതെല്ലാം സാധിക്കാമെന്ന് പ്രൂവ് ചെയ്ത ആം ആദ്മി പാർട്ടിക്ക് ഒരു ചാൻസ് കേരളത്തിൽ കൊടുക്കൂ. നല്ല ഭരണം കാഴ്ചവെച്ച് ഇവിടുത്തെ കുട്ടികൾക്കും ഇപ്പോഴത്തെ യുവാക്കൾക്കും നാട് വിടാനുള്ള ആ ത്വര അത് നിർത്തി ഇവിടെ തന്നെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഈ യാത്ര ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു.